സഖാവ് ഇപ്പോൾ ലഹരിയാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു ചർച്ചയായി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ലഹരിയുടെ പേരിൽ രാഷ്ട്രീയം വാക്പോര് തുടരുകയാണ്. ഇതൊരു ശരിയായ നിലപാടാണോ? ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. എത്ര നിയമപരമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാലും ലഹരി ഉപയോഗിക്കില്ല എന്ന നിലപാട് ഓരോ വ്യക്തിയെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയണം. അതിന് വളരെ ഫലപ്രദമായ ബോധവൽക്കരണ പ്രവർത്തനമാണ് നടക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളിൽ ചിലർ ഇതിൽ വിഷയമാകുമ്പോൾ അത് തുറന്നു കാണിച്ചെന്ന് വരും. പക്ഷേ പ്രധാന കേന്ദ്രീകരണം, പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രീകരണം ജനങ്ങളാണ്. ജനങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്തി എല്ലാ വിഭാഗം ആളുകളെയും കുടുംബത്തിലേക്ക് പ്രവേശിച്ച് വ്യക്തികളെയും കുടുംബങ്ങളെയും ഈ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ലഹരിക്കെതിരായ പ്രചാരണം, ലഹരി വർജനത്തിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ ഭാഗമാണ് വിമുക്തിയുടെ രൂപീകരണം. ഇന്നിപ്പോൾ കേരളത്തിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. താലൂക്ക് തലങ്ങളിലും താഴെ തലങ്ങളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഏർപ്പാട് ചെയ്ത് ഈ ലഹരിക്ക് അടിമപ്പെടുന്നവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഈ പരിശ്രമം കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സഹകരണത്തോടു കൂടി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരിയെ തടയുന്നതിന് വേണ്ടിയുള്ള സംഘടിത ശ്രമം എല്ലാവരും ചേർന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വരുന്നത്. ലഹരിയിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയം ഇല്ല. ലഹരിക്കെന്ത് രാഷ്ട്രീയം? ലഹരിക്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വേർതിരിക്കേണ്ടതല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായവർ ലഹരിക്ക് വിധേയമാകാതിരിക്കാൻ കർശനമായ നിലപാട് സ്വീകരിക്കണം. ഈ ഇന്ത്യയിൽ ഒരു പാർട്ടിയുടെ ഭരണഘടനയിൽ മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്, ലഹരിക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത് CPIMൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്കനുസൃതമായി നിലപാട് സ്വീകരിക്കാത്തവർ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ടെടുത്ത് എല്ലാവരെയും ഈ മദ്യത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് CPIM മുൻകൈ എടുക്കണമെന്ന് CPIMൻ്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേർന്നപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും. മദ്യനിർമ്മാണശാലയും ഈ ലഹരിയുടെ ഉപയോഗം പരസ്പരം ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എത്ര ബാർ ഹോട്ടലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ വേണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനം വേണം. അപ്പം ഇതിന് മദ്യം വേണ്ടേ? ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് മദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കും, തൊഴിലും വർദ്ധിക്കും. അത് ആ നിലയിലാണ് കണ്ടത്. അതിൻ്റെ അർത്ഥം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. നിലവിൽ മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കാർ ആണെങ്കിൽ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ, അല്ല ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ളതല്ല. അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റം വരും. അതാണ് പാർട്ടിയുടെ നിലപാട്. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ള ആ രീതിയിലല്ല. ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി നല്ല ബോധവൽക്കരണ പ്രവർത്തനം സമൂഹത്തിൽ നടത്തണം. അതിനാണ് ഊന്നൽ നൽകുക. അതിനാണ് എല്ലാവരും വെച്ചാൽ അങ്ങനെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗം. ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് മദ്യപാനത്തിനെതിരെ എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ പുകവലിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ലഹരിക്കും പുകവലിക്കും എതിരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതെൻ്റെ ബോധ്യമാണ്. ഞാനിത് ചെയ്യാൻ പാടില്ല.
ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല നിലയിൽ ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ ഉത്തരവാദിത്വം ഇത്തരം പ്രശ്നങ്ങളിൽ നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് വെച്ച് അങ്ങനെ എല്ലാവരും നിലപാടെടുത്തു കഴിഞ്ഞാൽ ലഹരിയുടെ വിപൽക്കരമായ നിലയിൽ നിന്ന് നമ്മുടെ നാട് മാറ്റം വരുത്താൻ കഴിയും. എത്ര മദ്യഷാപ്പുകൾ അനുവദിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. മദ്യം കഴിക്കാതിരിക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം സംഘടിതമായി നടത്തുക, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല.